നമസ്കാരം. അവസാനം SFI എന്ന ക്രിമിനൽ സംഘടനയ്ക്ക് കർട്ടൻ വീഴുന്നു. പുതുതലമുറകളെ നശിപ്പിക്കുന്ന SFI എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അരയും തലയും മുറുക്കി കെട്ടി രംഗത്ത് വരികയാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തന്നെ ഭീഷണിയായി മാറിയ SFI നിരോധിക്കാനുള്ള നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് രാജ്ഭവൻ ഇപ്പോൾ. കൊയിലാണ്ടിയിൽ കോളേജ് പ്രിൻസിപ്പലിനെ SFIക്കാർ മർദ്ദിച്ച സാഹചര്യത്തിലാണ് തലമുറകളെ നശിപ്പിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനായി ഗവർണർ നടപടി തുടങ്ങിയത്. ഗവർണർക്കെതിരെ SFIക്കാർ നീക്കം തുടങ്ങിയ ദിവസം മുതൽ ഇതിനെക്കുറിച്ച് രാജ്ഭവൻ ഗൗരവമായ ചിന്തകളും തുടങ്ങിയിരുന്നു. വിദ്യാഭ്യാസ മേഖലയ്ക്കും സമൂഹത്തിന് തന്നെയും ഭീഷണിയാണ് SFI എന്നാണ് വിലയിരുത്തൽ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ വിമർശനം SFIയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. SFI കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അരാജകത്വം സൃഷ്ടിച്ചും ഭീഷണിയും അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തി അഭിരമിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ക്യാമ്പസുകൾ കൈയടക്കി ഇവർ കാണിക്കുന്ന അതിക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല. മറ്റ് സംഘടനകളിലെ വിദ്യാർത്ഥികളെ കൊന്നൊടുക്കുക, അധ്യാപകരെ ആക്രമിക്കുക, അപമാനിക്കുക, പരീക്ഷകൾ അലങ്കോലപ്പെടുത്തുക എന്നിവയൊക്കെ SFIയുടെ പ്രവർത്തന ശൈലികളാണ്. CPMന്റെയും സർക്കാരിന്റെയും പിന്തുണയോടുകൂടിയാണ് ഇവർ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായാണ് ബിനോയ് വിശ്വത്തെ പോലെയൊരു നേതാവ് ഇവരെ പരസ്യമായി ചോദ്യം ചെയ്തത്. CPIയുടെ വിദ്യാർത്ഥി സംഘടനയെ പോലും ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ഇതിൽപ്പെടുന്ന വിദ്യാർത്ഥിനികളെ അധിക്ഷേപിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തിട്ടും CPI മിണ്ടാതിരുന്നു. ഇത് CPMനെ ഭയന്നതുകൊണ്ടാണ്. എന്നാൽ വൈകിയാണെങ്കിലും SFI ക്രിമിനലുകളെ തള്ളിപ്പറയാൻ ബിനോയ് വിശ്വത്തെ പോലെയുള്ളവർ തയ്യാറായത് ആശ്വാസകരമാണ്. അപ്പോഴും സ്വന്തം പാർട്ടിയുടെ നേതാക്കളിൽ നിന്ന് ബിനോയ് വിശ്വത്തിന് പിന്തുണ ലഭിക്കാതിരുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. SFIയുടേത് പ്രാകൃത ശൈലിയാണ് എന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ ശൈലിക്ക് ചേർന്നതല്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞപ്പോൾ SFI ഉരുളക്കുപ്പേരി പോലെ തന്നെ മറുപടി നൽകി. തെറ്റ് തിരുത്തിയില്ലെങ്കിൽ SFI ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ബാധ്യതയാകുമെന്ന് ബിനോയ് വിശ്വം പറയുന്നത് ഒരൊറ്റ CPM നേതാവും സ്വീകരിച്ചില്ല. CPIക്ക് SFI ഒരു ബാധ്യതയായി തോന്നിയേക്കാമെങ്കിലും CPMന് അവരൊരു മുതൽക്കൂട്ടാണ്. CPM പിന്തുടരുന്ന അക്രമ രാഷ്ട്രീയത്തിന് നേതാക്കളെ സംഭാവന ചെയ്യുന്ന ഭീകര പ്രസ്ഥാനമാണ് SFI. മയക്കുമരുന്നിലൂടെയും ആക്രമങ്ങളിലൂടെയുമാണ് ഇവർ വിദ്യാർത്ഥികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നത്. SFIയുടെ ഇടിമുറികളിൽ പരിശീലനം നേടിയവരാണ് CPMന്റെ നേതാക്കളായി പിന്നീട് മാറുന്നത്. നിരവധി കേസുകളിൽ പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായ ആർഷോ സർവകലാശാലകളിൽ കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ ചരിത്രം തന്നെയാണ്. പിണറായി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികളെ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ച ഗവർണർക്കെതിരെ ഈ നേതാവ് സർവകലാശാലകൾ തോറും കയറിയിറങ്ങി കൊലവിളി പ്രസംഗം തന്നെ നടത്തുകയായിരുന്നു. SFIയുടെ ക്രിമിനൽ കളരിയിൽ പിച്ചവെച്ച ധാർഷ്ട്യത്തിന്റെ ആൾരൂപമായ ഒരു മുൻ MLA തെരുവ് ഗുണ്ടയെ പോലെയാണ് ഗവർണർക്കെതിരെ പ്രസംഗിക്കുന്നത്. എന്തു പറയാനാണ് എന്ന ഗവർണറുടെ പ്രതികരണത്തിൽ പ്രബുദ്ധ കേരളത്തിന്റെ ധർമ്മസങ്കടമുണ്ട്. പക്ഷെ ആരും ഗവർണറെ അനുകൂലിച്ച് രംഗത്ത് വരില്ല. അങ്ങനെ ചെയ്താൽ ആ നേതാക്കൾ ഇവരെ ചുരുട്ടിക്കൂട്ടും. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെതിരെയാണ് ഏറ്റവും ഒടുവിലായി SFI ക്രിമിനലുകൾ വധഭീഷണി മുഴക്കിയത്. പ്രിൻസിപ്പലിനെ 2 കാലിൽ നടക്കാൻ അനുവദിക്കില്ല എന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ 2 ആംബുലൻസുകൾ വേണ്ടിവരുമെന്നുമൊക്കെ ഈ SFI നേതാവ് പരസ്യമായി ഭീഷണി മുഴക്കിയിട്ടും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ TA സരസുവിന് കോളേജിന്റെ മുറ്റത്ത് കുഴിമാടം നിർമ്മിക്കുകയും എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ NL ബീനയുടെ കസേര കത്തിക്കുകയും ഒക്കെ ചെയ്തതിന്റെ തുടർച്ചയാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലും കണ്ടത്. പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ SFIക്കാർ ആൾക്കൂട്ട വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥന്റെ മുഖവും ആരും മറന്നിട്ടുണ്ടാവില്ല. നിയമവും കോടതിയുമൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന് കരുതുന്ന ഒരു വിഭാഗമാണ് SFI. കക്ഷി രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിക്കൊണ്ട് ഇക്കൂട്ടരെ CPM സമ്പൂർണമായി സംരക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ മുന്നിൽ നിൽക്കുന്നു. ഡോക്ടർ സരസുവിന് SFI തീർത്ത കുഴിമാടം പ്രതിഷ്ഠാപന കലയായി കാണുകയായിരുന്നല്ലോ CPMന്റെ നേതൃത്വം.
ഇപ്പോൾ SFIയുടെ അതിക്രമങ്ങളെ വിമർശിച്ച ബിനോയ് വിശ്വത്തിനെതിരെയും പ്രമുഖ CPM നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും SFIക്ക് വേണ്ടത്ര പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അടുത്ത കാലത്ത് ഗവർണറെ തടഞ്ഞ 7 SFI പ്രവർത്തകരുടെ പേരിൽ ശിക്ഷ കുറഞ്ഞ വകുപ്പുകൾ ചേർക്കണമെന്ന സർക്കാരിന്റെ നിർദ്ദേശം ക്രമസമാധാന വിഭാഗം അഡീഷണൽ DGPയും പിണറായി വിജയൻ സർക്കാരിന്റെ വിശ്വസ്തനായ MR അജിത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും തള്ളിയിരുന്നു. RSS പരിപാടിയിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പോയ ഗവർണറെ തടഞ്ഞതിൽ എന്താണ് തെറ്റു എന്ന് മുഖ്യമന്ത്രി ചോദിച്ചിട്ടും ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ ഗൗനിച്ചതേയില്ല. 3 ഇടത്ത് ഗവർണറെ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുകയും കാറിന് കേടുപാട് വരുത്തുകയും ചെയ്ത 7 SFIക്കാർക്കെതിരെ 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന IPC 124 അടക്കം വകുപ്പുകൾ ചുമത്തി ഇതടക്കം ചുമത്തണമെന്ന് രാജ്ഭവൻ പോലീസ് മേധാവിയോടും ചീഫ് സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് വകുപ്പുകളിൽ മാറ്റം വരുത്തിയത്. സർക്കാർ നിർദ്ദേശമനുസരിക്കാൻ കഴിയില്ല എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിച്ചു. രാഷ്ട്രപതിയെയും ഗവർണറെയും തടയുകയോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിന് ചുമത്തുന്ന വകുപ്പാണിത്. കേരളത്തിൽ ആദ്യമായാണ് ഇത് ചുമത്തുന്നത്. സംഘം ചേരൽ, കലാപശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പുകളാണ് ആദ്യം ചുമത്തിയിരുന്നത്. പാളയം യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് മുന്നിൽ കാർ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ 7 പേർക്കെതിരെയാണ് IPC 124 ചുമത്തിയത്.